അണ്ടർ-19 ഏകദിന ലോകകപ്പിൽ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനെതിരായ അർദ്ധ സെഞ്ചുറി പ്രകടനത്തോടെ മറ്റൊരു റെക്കോർഡ് നേട്ടത്തിൽ എത്തിയിരിക്കുകയാണ് 14 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി. അണ്ടർ-19 ഏകദിനങ്ങളിൽ ഒരു ഇന്ത്യക്കാരൻ നേടിയ ഏറ്റവും കൂടുതൽ റൺസ് എന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് വൈഭവ് ഇതോടെ മറികടന്നു. 19 യൂത്ത് ഏകദിനങ്ങളിൽ നിന്നായി വൈഭവ് ഇതിനോടകം 990 റൺസ് നേടി. കോഹ്ലിയുടെ 978 റൺസ് എന്ന റെക്കോർഡാണ് ഈ പയ്യൻ മറികടന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ IPL താരം, T20യിൽ സെഞ്ചുറി നേടിയ പ്രായം കുറഞ്ഞ താരം എന്നീ റെക്കോർഡുകളും വൈഭവ് നേരത്തെ സ്വന്തമാക്കിയതാണ്. രാജസ്ഥാൻ റോയൽസിനായി 35 പന്തിൽ 100 റൺസാണ് താരം നേടിയത്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡുമുണ്ട്. 14 വയസ്സും 272 ദിവസവും പ്രായമുള്ളപ്പോൾ 84 പന്തിൽ 190 റൺസ് നേടി ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ചരിത്രം സൃഷ്ടിച്ചു. ലോകമെമ്പാടുമുള്ള പുരുഷന്മാരുടെ ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയും വൈഭവിന്റെ പേരിൽ തന്നെയാണ്. ബീഹാറിനായി ഏറ്റവും പ്രായം കുറഞ്ഞ രഞ്ജി ട്രോഫി അരങ്ങേറ്റക്കാരനായ വൈഭവ് 12ാം വയസ്സിലാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ആദ്യമായി കളിക്കുന്നത്. സിംബാബ്വേയിൽ നടക്കുന്ന ഇത്തവണത്തെ അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത് 14കാരനായ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങിനാണ്. 15 വയസ്സ് തികയാൻ ഇനിയും 3 മാസം ബാക്കിയുള്ള പയ്യൻ ടൂർണമെന്റിൽ ഇന്ത്യക്കായി തിളങ്ങും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. യൂത്ത് ഏകദിനത്തിൽ ഇതിനോടകം തന്നെ 3 സെഞ്ചുറികൾ നേടി റെക്കോർഡിട്ട് കഴിഞ്ഞു വൈഭവ് സൂര്യവംശി. 15 വയസ്സിന് മുമ്പ് യൂത്ത് ഏകദിനത്തിൽ 3 സെഞ്ചുറികൾ ഇതുവരെ ആരും നേടിയിട്ടുമില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ ടൂർണമെന്റുകളിലായി 8 സെഞ്ചുറികളാണ് ഈ 14 വയസ്സുകാരൻ അടിച്ചെടുത്തത്. 2025 IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 38 പന്തിൽ 101 റൺസ് അടിച്ചു. പിന്നാലെ ഇംഗ്ലണ്ട് അണ്ടർ-19 ടീമിനെതിരായ യൂത്ത് ഏകദിനത്തിൽ 78 പന്തിൽ നിന്നും 143 റൺസ് എടുത്തു. ഓസ്ട്രേലിയൻ അണ്ടർ-19 ടീമിനെതിരെ യൂത്ത് ടെസ്റ്റിലായിരുന്നു അടുത്ത സെഞ്ചുറി. 86 പന്തിൽ നിന്നും നേടിയത് 113 റൺസാണ്. UAEക്കെതിരായ T20 മത്സരത്തിൽ 42 പന്തിൽ നിന്നും അടിച്ചെടുത്തത് 144 റൺസായിരുന്നു. മഹാരാഷ്ട്രക്കെതിരായ T20 മത്സരത്തിലായിരുന്നു അടുത്ത സെഞ്ചുറി. 61 പന്തിൽ നിന്ന് 108 റൺസ്. പിന്നീട് UAE അണ്ടർ-19 ടീമിനെതിരായ യൂത്ത് ഏകദിനത്തിൽ 95 പന്തിൽ നിന്നും 171 റൺസ് എടുത്തു. തുടർന്ന് വിജയ് ഹസാരയിൽ അരുണാചലിനെതിരെ 84 പന്തിൽ നിന്ന് നേടിയത് 190 റൺസാണ്. അടുത്തിടെ ദക്ഷിണാഫ്രിക്കൻ അണ്ടർ-19 ടീമിനെതിരായ യൂത്ത് ഏകദിനത്തിൽ 74 പന്തിൽ നിന്നും നേടിയത് 127 റൺസ്. 2026 മാർച്ചിൽ 15 വയസ്സ് തികയുന്ന വൈഭവ് ദേശീയ അരങ്ങേറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മനീഷ് ഓജയാണ് വൈഭവിന്റെ ബാല്യകാല പരിശീലകൻ. ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത പ്രതിഭയായ വൈഭവ് ഉയർന്നു വന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെ ക്രിക്കറ്റിനായി സ്വയം സമർപ്പിച്ചതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. 7ാം വയസ്സിലാണ് വൈഭവിനെ ആദ്യമായി താൻ കാണുന്നതെന്നും ആ കാലം മുതൽ തന്നെ ദിവസത്തിൽ 8 മണിക്കൂറോളം പരിശീലനം നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ദിവസവും 100 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് വൈഭവ് പരിശീലനത്തിന് വേണ്ടി എത്തിയിരുന്നത്. വൈഭവ് സമസ്തിപൂരിലാണ് താമസിച്ചിരുന്നത്. 7ാം വയസ്സിൽ കളി പഠിക്കാനുള്ള ആഗ്രഹം മൂലം പട്നയിലെ ജെന്നെക്സ് ക്രിക്കറ്റ് അക്കാദമിയിൽ മനീഷ് ഓജയെ സമീപിക്കുകയായിരുന്നു. ചെറിയ കുട്ടിയിൽ ഒരു സവിശേഷ സിദ്ധിയുണ്ടെന്ന് അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ അത് തേച്ചു മിനുക്കിയപ്പോൾ IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും ലോക യൂത്ത് ക്രിക്കറ്റിലും തകർന്നു വീണത് നിരവധി റെക്കോർഡുകളാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന വൈഭവിന്റെ പരിശീലനം വൈകുന്നേരം 4 മണി വരെ തുടരും. സപ്പോർട്ട് സ്റ്റാഫും ക്ഷീണിതരാകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ബൗളിംഗ് മെഷീൻ ഉപയോഗിക്കുമെന്നാണ് കോച്ച് പറയുന്നത്. വൈഭവിനെ ആക്രമിച്ച് കളിക്കാൻ മാത്രമല്ല അറിയുന്നതെന്നും കോച്ച് പറയുന്നു. കളിക്കാർക്ക് അവരുടേതായ ഓരോ ശൈലിയുണ്ട്. വീരേന്ദർ സെവാഗ് ടെസ്റ്റുകളിലും ഏകദിനങ്ങളിലും T20കളിലും ഒരേ രീതിയിൽ കളിച്ചിരുന്നു. തന്റെ സ്വാഭാവിക ശൈലി കളിക്കാരൻ മാറ്റരുത്. ആദ്യ 49 ഓവറുകൾ വൈഭവ് 100 ഇരട്ട സെഞ്ചുറിയോ നേടിയാൽ എന്താണ് തെറ്റെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന സച്ചിന്റെ റെക്കോർഡ് വൈഭവ് തകർക്കും എന്നത് ഉറപ്പാണ്. 16 വയസ്സും 205 ദിവസവും പ്രായമുള്ളപ്പോഴാണ് സച്ചിന്റെ ഇന്ത്യക്കായുള്ള അരങ്ങേറ്റം ഉണ്ടായത്. വൈഭവിന് ടീമിലെത്താനുള്ള കഴിവുണ്ടെങ്കിലും ക്രിക്കറ്റിലെ മേലാളന്മാർ കൂടി കനിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സച്ചിനെ തലയിലേറ്റി വെച്ചിരിക്കുന്ന മുംബൈ ലോബി.